എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. ഫിസിക്സിന്റെ റിവിഷൻ സീരീസ് നടക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കാണ്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച കുറെ ആൾക്കാരുമായിട്ട് കണക്ഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്നൊക്കെ നമ്മൾ പറയുന്ന നമുക്ക് നല്ല സുപരിചിതമായ ഒരു ടോപ്പിക്കാണ്. ഇതിൽ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്, കുറച്ച് ഇക്വേഷൻസ് നോക്കാനുണ്ട്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇഷ്ടംപോലെ ചെയ്യാനുണ്ട്. ഇലക്ട്രിസിറ്റി, വർക്ക് എനർജി, പവർ, ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന RRBയുടെ എക്സാംസിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ നമുക്ക് തരാനും അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് എഴുതാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടണം. ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർജ് എന്ന് മാത്രം പറഞ്ഞാലും എന്തൊരു വസ്തു എടുത്താലും അതിനുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ചാർജ് ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഓരോ ചാർജ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഈക്വൽ ആയിട്ട് ഇരുന്നാൽ ആ വസ്തുവിന് എന്താണ്, അത് ന്യൂട്രൽ ആയിട്ട് വേറെ ഒരു പ്രശ്നത്തിനും പോകാതെ സമാധാനപരമായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നൊക്കെ പറയും. ഈ ചാർജിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൂളംബാണ്. യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് ചാർജ്. ഈ രീതിയിൽ ഇലക്ട്രിക്കൽ ചാർജിനെ പറ്റി ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ആൻസർ ആയിട്ട് പറയുന്ന കൂളംബാണ്. ഇനി അടുത്ത ആളെ നോക്കിയാൽ ഈ പറയുന്ന ചാർജ് ഒരു യൂണിറ്റ് ടൈമിൽ, ടൈം എടുക്കുന്ന യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൂളംബിൽ എടുക്കുന്ന ചാർജ് യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന ട്രാവൽ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുമ്പോൾ, ചലിക്കുമ്പോൾ നമ്മൾ അവിടെ പറയും അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന്. അതായത് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിക് ചാർജ് മാറി മാറി വരുന്ന സമയത്ത്, ഇതേപോലെ സ്ഥാനം മാറുമ്പോൾ അത് ഓരോ യൂണിറ്റ് സമയത്തിനനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ പറയും അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്ന്. യൂണിറ്റ് ഓർത്തിരിക്കുക, ആംബിയർ. ഇവിടുത്തെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ആംബിയർ. ഇനി അടുത്തത് നമുക്കറിയാവുന്ന ആളാണ് വോൾട്ട്. ഇത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഒരു സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഒരു സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് അറിയാം, അത് കൂളംബാണ്. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ ഒരു യൂണിറ്റ് ചാർജിനെ നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ, അതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യണം. വർക്ക്, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, ഒരു സർക്യൂട്ടിൽ കൂടെ ചാർജിനെ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്ന വർക്ക്, ഇതിനെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. യൂണിറ്റ് നോക്കി വെക്കുക, അത് വോൾട്ട് ആണ്. അപ്പൊ എന്തൊക്കെ കണ്ടു? കൂളംബാണ് ഇലക്ട്രിക്കൽ ചാർജിന്റെ യൂണിറ്റ്, ആംബിയർ ആണ് ഇലക്ട്രിക്കൽ കറണ്ടിന്റെ യൂണിറ്റ്, അതുപോലെ വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഇതേപോലെ RRB സ്ട്രെയിറ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന്. ഇവിടെ വോൾട്ട് ആണെന്ന് നമുക്കറിയാം. ഈ മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 10⁻³ വോൾട്ട് ആണ്. അതുപോലെ ആംബിയർ ഇലക്ട്രിക് കറണ്ടിന്റെ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മില്ലി ആംബിയർ വീണ്ടും 10⁻³ ആംബിയർ ആണ്. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ വോൾട്ട് ആണ്. അപ്പൊ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും, പഠിക്കുന്ന ഓരോ യൂണിറ്റും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ചോദ്യങ്ങൾ വരാം. അടുത്തത് ഇലക്ട്രിസിറ്റിയിലെ ആദ്യത്തെ മേജർ ടോപ്പിക് ആണ് ഓംസ് ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഓംസ് ലോ പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന കറണ്ട് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും അവിടുത്തെ വൈദ്യുതധാരയും അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടും ഇവ രണ്ടുപേരും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വൈദ്യുത പ്രതിരോധം. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വൈദ്യുത പ്രതിരോധം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നോക്കുമ്പോൾ അത് ഓം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെ വീണ്ടും എങ്ങനെ എഴുതാം? ഇവിടെ വോൾട്ട് ഉണ്ട്, താഴെ ആംബിയർ ഉണ്ട്. അപ്പോ 1 വോൾട്ടും അതുപോലെ ഡിവൈഡഡ് ബൈ 1 ആംബിയർ. ഈ കണക്കിൽ എടുക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്ന് എഴുതാം. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ SI യൂണിറ്റ് ഇത് വരുന്നത് ഓം ആണ്. ഇത് ഓർത്തിരിക്കുക. പിന്നെയും ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഓംസ് ലോയിൽ പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ്, ഒരു ഗിവൺ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ താപനില, ഈ പറയുന്ന ഇലക്ട്രിക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന താപനില സ്ഥിരമായിട്ടിരിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് സ്ഥിരമായിരിക്കും. ഇവിടെ വ്യത്യാസം വരുന്നതനുസരിച്ച്, ഈ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് അവിടെ റെസിസ്റ്റൻസിനും ചേഞ്ച് വരും.
ഈ ഒരു കാര്യം ഓംസ് ലോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് എന്താണ് നമുക്ക് ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടാകും. V is equal to IR അല്ലെങ്കിൽ എന്താണ് V by I ആണ് R. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അവിടെ ടെമ്പറേച്ചറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റ് മറന്നുപോകും. അപ്പൊ നമുക്ക് അവിടെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഓംസ് ലോ വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് എന്താണ് മാത്സ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയ കുറെ മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാലോ. ഫിസിക്സിൽ നിന്ന് ഇഷ്ടംപോലെ മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിലാണെങ്കിൽ അതിലെന്താ നല്ലൊരു മെജോറിറ്റി ഇവിടെ നിന്നാ വരുന്നത്. ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കിയാല് 12 വോൾട്ട് ബാറ്ററി, നമുക്ക് വോൾട്ട് 12 ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം 12ഉം അവിടുത്തെ ഇലക്ട്രിക് കറണ്ട് കൊടുത്തിരിക്കുന്നത് 2.4 മില്ലി ആംപിയർ. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് കറണ്ട് 2.4 മില്ലി ആംപിയർ പറഞ്ഞാൽ അതിനർത്ഥം 2.4 into 10⁻³ ആംപിയർ. ഈ കണക്കിലാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് ഇക്വേഷൻ അറിയാം. V by I ആണ് റെസിസ്റ്റൻസ്. ഇവിടെ വാല്യൂ നമുക്ക് എടുത്ത് എഴുതിയാൽ എങ്ങനെയാണ്? ഇതേ കണക്കിന് എടുത്ത് എഴുതാം. വീണ്ടും 10⁻³ മുകളിലേക്ക് വരുമ്പോൾ 10⁻+3 ആകും. 12/2.4 അത് 5 ആകും. ഈ രീതിയിൽ കിട്ടും. യൂണിറ്റ് എന്താണ് വരുന്നത്? യൂണിറ്റ് വരുന്നത് ഓം ആണ്. കാരണം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അഥവാ വൈദ്യുത പ്രതിരോധം ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 5000 ഓം, 5 into 10⁻³ 5000 എന്ന് വിളിക്കാം. അപ്പൊ 5000 ഓം ആണ് ഇവിടെ വരുന്ന ആൻസർ. ഈ രീതിയിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി ഇതേപോലെ എന്താണ് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് V by I ആണ് R, അല്ലെങ്കിൽ എന്താണ് കൊടുക്കുന്ന വോൾട്ടേജിന് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നേർ അനുപാതത്തിലാണ്. ഈ അനുപാതം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അവിടെ കൊണ്ടുവന്നത്. നമുക്കപ്പോൾ അത് ഈ ഫോമിൽ എഴുതാൻ പറ്റും. V by I is equal to R. V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, I എന്ന് പറയുന്നത് കറണ്ട്, R എന്ന് പറയുന്നത് അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ആരാണ് കറക്റ്റ് ആയിട്ടുള്ള ഓംസ് ലോയുടെ റെപ്രസെന്റേഷൻ? ഇവിടെ കൊടുത്തിരിക്കുന്ന I is equal to V² by R. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഐനെ മാത്രം എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാ വരിക? ഇവിടെ V by I is equal to R. അപ്പോൾ I ഇങ്ങോട്ട് വരികയാണെങ്കിൽ I is equal to V by R. ഈ രീതിയിൽ നോക്കിയാൽ ഫസ്റ്റ് തെറ്റാണെന്ന് അറിയാം. ഇനി അടുത്ത വന്നിരിക്കുന്നത് V is equal to IR. ഇവിടെ V by I R ആണെങ്കിൽ V is equal to IR. ഇത് ശരിയാണ്. അടുത്ത രണ്ടാൾക്കാരെ നോക്കിയാലോ. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇതേപോലത്തെ ഇക്വേഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാ ഓപ്ഷൻസും നോക്കി വെച്ചേക്ക്. എന്താണ് ഓരോന്നും തെറ്റാവാൻ കാരണം എന്ന് ഇപ്പോഴേ നമുക്ക് പഠിച്ചു പോകാം. I is equal to R by V. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം I എന്ന് പറയുന്നത് V by R ആണ്. ഇത് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേനെ. ഇനി R is equal to I by V. നമുക്കറിയാലോ V by I ആണ് R ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി 3 ഓപ്ഷനും ഇതേ രീതിയിൽ തെറ്റായിട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് ആൻസർ നമുക്ക് എന്താണ് ഈ പറയുന്ന ഓംസ് ലോയുടെ ഇക്വേഷൻ നേരെ എടുത്ത് എഴുതാനും പറ്റും. അപ്പൊ ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താ ഡെഫിനിഷൻ അതേപോലെ നമ്മളോട് ചോദിക്കാം. മാത്സ് ക്വസ്റ്റ്യനും ചോദിക്കാം. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ കറണ്ട് വന്നിട്ടുണ്ട് 0.4 ആംപിയർ. ഒരു ചെമ്പ് കമ്പിയിലൂടെ ഒരു കണ്ടക്ടറിലൂടെ 0.4 ആംപിയർ എന്താണ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതില് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 2 വോൾട്ട് ആണ്. അറിയാലോ സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ എടുക്കുന്ന യൂണിറ്റ് വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ 2 വോൾട്ട് ആണ് നമുക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 0.4 ആംപിയർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. എളുപ്പത്തിൽ ചെയ്യാലോ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് V by I ആണ്. അത് 2 ഡിവൈഡ് ബൈ 0.4 ആയിരിക്കും. ഈ രീതിയിൽ നമ്മൾ എന്താണ് ഇക്വേഷന് നേരെ എടുത്തിട്ട് എന്താണ് ഇക്വേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന ഓംസ് ലോയിലുള്ള ആ സ്ട്രെയിറ്റ് ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യുന്നു. ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? ഈ രീതിയിൽ കിട്ടില്ലേ? 0.4 ആണ് തന്നത്. നമ്മൾ എന്ത് ചെയ്തു? അതിനെ 20/4 എന്നാക്കി മാറ്റി എഴുതി. എന്നിട്ട് വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും 5 ഓം എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. V by I ആണ് R എന്നുള്ളത്. ഓംസ് ലോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂണിറ്റ് മറക്കാതിരിക്കുക. ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഇനി
ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒന്നെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതേപോലെ എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങളെ തന്നെ എന്താണ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് കുഴപ്പിക്കാൻ വേണ്ടി ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ക്വസ്റ്റിന്റെ ഒക്കെ സൈസ് കാണുമ്പോൾ തന്നെ ഇതൊക്കെ എപ്പോൾ വായിച്ചു തീർക്കാൻ, ഇത് വായിച്ചു തീർത്തിട്ട് എപ്പോഴും ഇത് ആൻസർ ചെയ്യാനാ, ഈ ഒരു ടെൻഷൻ വിചാരിച്ചിട്ട് പല ആൾക്കാരും ഇത് മിസ് ചെയ്ത് പോകും. എന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, നമുക്ക് എന്നിട്ട് ഓപ്ഷൻസ് ഇന്ന് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്ന SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ലാസ്റ്റില് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ്. 3 സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്താല് ആദ്യം തന്നെ എന്താ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കാരണം ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഓം എന്ന് പറയുന്നത് ഈ ഒരു സിമ്പൽ വെച്ച് കാണിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, ഇതാണ് എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഈ രീതിയിൽ ഓം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ സി വരുന്ന ഓപ്ഷൻസ് ആണ്. അത്രയും നമുക്ക് ക്ലിയർ ആയി. സി വരുന്ന ഓപ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്യാം. എ മാത്രമല്ല സി എന്തായാലും കറക്റ്റ് ആണ്. ഇതാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സി വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ടാൾക്കാരും വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 2 സ്ഥലത്തും സി പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷൻ അതേപോലെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ എ ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതായത് പ്രതിരോധം, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വൈദ്യുത പ്രതിരോധം ടെമ്പറേച്ചറിനെ, താപനിലയായിട്ട് ഒരു രീതിയിൽ ആശ്രയിക്കുന്നില്ല. ഓംസ് ലോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവൺ ടെമ്പറേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു പ്രത്യേക താപനിലയിൽ ഇരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനനുസരിച്ച് ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അംശം അല്ലെങ്കിൽ കറണ്ടിന്റെ റേഞ്ച് കൂടി വരുന്നത്. നമ്മൾ എത്ര പൊട്ടൻഷ്യൽ കൊടുക്കുന്നോ അതനുസരിച്ച് അവിടെ കറണ്ടിന്റെ മൂല്യം ഇൻക്രീസ് ചെയ്യുന്നത്, കൂടി വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ അവിടെ ഗിവൺ ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അവിടെ ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡന്റ് ആണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാവും. സി മാത്രമാണ് ശരി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ മോർ ദ വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ ദ മോർ ഇസ് ദ റെസിസ്റ്റൻസ്. അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ടോ എന്ന്. ഇല്ല. റെസിസ്റ്റൻസ് എന്താ, റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. വോൾട്ടേജ് കൂടുമ്പോൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ അവിടെ കൂടി വരുന്ന ആളാരാ, അത് കറണ്ട് ആണ്, ഇലക്ട്രിക് കറണ്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഈ യൂണിറ്റുകൾ ഓർത്തിരിക്കുക. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വായിച്ചു നോക്കിയിട്ട് എലിമിനേഷൻ പോസിബിൾ ആണോ എന്ന് ആദ്യം നോക്കുക. ഒരു പകുതി ഓപ്ഷൻസ് എലിമിനേഷനിലൂടെ തന്നെ പോകും. ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്ന് എന്താണ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അറിയാവുന്ന ക്ലിയർ ആയിട്ടുള്ള പോയിന്റുകൾ എടുത്തിട്ട് ഇതേപോലെ ആൻസർ കണ്ടുപിടിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഓം പറഞ്ഞിട്ടുണ്ട്. ഓം എന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ എന്താണ് ആ ഒരു യൂണിറ്റ്, അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു, എന്താണ് അതിന്റെ ഒരു ക്വാണ്ടിറ്റി, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അറിയാം അത് റെസിസ്റ്റൻസിനെ ആണെന്ന്. ഇലക്ട്രിക് ചാർജ് എന്തായിരുന്നു, കൂളംബ് ആയിരുന്നു. അതുപോലെ കറണ്ട് എന്തായിരുന്നു, ആംപിയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ആയിരുന്നു. അതുപോലെ റെസിസ്റ്റൻസ് ഓം എന്നാണ് പറയുന്നത്. അതെന്താണ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പൊ ഈ രീതിയിൽ ഓംസ് ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി വരുന്ന സംഭവം റെസിസ്റ്റിവിറ്റി ആണ്. പ്രതിരോധ ശേഷി, പ്രതിരോധകത എന്നൊക്കെ പറയും. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊരു കണ്ടക്ടറിലൂടെ, എന്തൊരു ചാലകത്തിലൂടെ നമ്മൾ എന്താണ് വൈദ്യുതി കടത്തി വിടുമ്പോൾ ആ വൈദ്യുതിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ആ വൈദ്യുതി, ആ ഇലക്ട്രിക്കൽ ഫ്ലോ അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവാണ്. അത് ഓരോ കണ്ടക്ടറിനും വ്യത്യാസമായിരിക്കും. നല്ല കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് പാസ് ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം, റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അപ്പോൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് ഈ പറയുന്ന റെസിസ്റ്റൻസ് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഇവിടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ചാലകത്തിന്റെ, നമ്മൾ എടുക്കുന്ന ഒരു ഇലക്ട്രിക് വയറിന്റെ, ഈ വയറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. അതിന്റെ ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. ഈ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന വയറാണ് ഇതെങ്കിൽ, ഒരു ഇലക്ട്രിക്കൽ വയർ ഇതാണെങ്കിൽ ഈ പറയുന്ന വയറിന്റെ
സർക്കുലർ ഏരിയ അല്ലെങ്കിൽ ഛേദ പരപ്പളവ് എന്നൊക്കെ നമ്മൾ പറയും. ഈ രീതിയിലുള്ള ഏരിയ ഇത് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ വയറിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് അതിന് റെസിസ്റ്റൻസ് കുറയുന്നു എന്നാണ് പറയുന്നത്. ഈ തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, എന്നാൽ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ചെടുത്താൽ R is proportional to L by A, ലെങ്ത് ബൈ ഏരിയ, ഈ രീതിയിൽ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓരോ ചാലക മെറ്റീരിയലിന്റെ നമ്മൾ എടുക്കുന്ന ഓരോ മെറ്റീരിയലിന്റെയും പ്രതിരോധ ശേഷി എന്ന് പറയുന്ന സംഭവം ഇതേപോലെ നമുക്ക് എന്താണ് എഴുതാൻ പറ്റും. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L by A ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ ആ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. നമ്മൾ അതിനെ റോ എന്ന് വിളിക്കും. ഇതാണ് ആ സിമ്പല്, നമ്മൾ വിളിക്കുന്ന പേര് റോ. അപ്പൊ റോയിന് നമ്മൾ തിരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. ഓം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ലെങ്ത്തിന്റെ മീറ്റർ ബൈ ഏരിയയുടെ മീറ്റർ സ്ക്വയർ. അപ്പൊ റോയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം മീറ്റർ. ഈ കണക്കിനും പറയാം. ഇതും ഓർത്തിരിക്കണം. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ എന്താ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഓരോ ചാലകത്തിനും വേറെ വേറെയാണ്, അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിനും വേറെ വേറെയാണ്. ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ മെറ്റീരിയലിന്റെയും ഘടന അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. നമ്മൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എത്ര അധികം ഈ പറയുന്ന ആറ്റംസ് ചേർന്നിരിക്കുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. നമ്മളിവിടെ ഫിസിക്സ് നോക്കുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റിയും അതുപോലെ റെസിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു എൽ ബൈ എ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻറ്റു എൽ ബൈ എ. ഇവിടെ ലെങ്ത് മാറുന്നതനുസരിച്ച് ഏരിയ മാറുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചോദ്യം നോക്കിക്കേ. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ ഇതാണ്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഈ ഇക്വേഷൻ മാത്രം മതി നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ. നോക്കിയാൽ ആദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഇത് തന്നെ കറക്റ്റ് ആണ്. പക്ഷെ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഓരോന്നോരോന്ന് നോക്കിയെടുക്കാൻ പറ്റില്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ ടിക്ക് ചെയ്യുക, പോവുക, അടുത്ത ചോദ്യം എടുക്കുക. ഇന്ന് നമ്മൾ ഇതേപോലെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിലെ ബാക്കി സ്റ്റേറ്റ്മെന്റും ബാക്കി ഓപ്ഷൻസും നമ്മളൊന്ന് വായിച്ചു നോക്കണം. എന്താണ് അവിടെയൊക്കെ പറയുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് തിക്നെസ് അല്ലെങ്കിൽ ആ പറയുന്ന വിസ്തീർണം, ആ ഏരിയ, നമ്മൾ എടുക്കുന്ന ചാലകത്തിന്റെ ഏരിയയോട് ഈ പറയുന്ന റെസിസ്റ്റൻസ്, ആ പ്രതിരോധം എന്ന് പറയുന്ന സംഭവം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. റെസിസ്റ്റൻസ് കൂടുന്നത് എപ്പോഴാണ്? ഏരിയ കുറവായിട്ടിരിക്കുമ്പോൾ. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആള് കുറയും. ഈ രീതിയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഡയറക്ട്ലി എന്ന് വന്നുകൊണ്ട് തെറ്റാണ്. ഇൻവേഴ്സ്ലി ആയിരുന്നെങ്കിൽ അതെന്തായേനെ, ശരിയായിരുന്നേനെ. പക്ഷെ ഡയറക്ട്ലി എന്നാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇതേപോലെ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദി വയർ. ഈ രീതിയിലാണ് പറയുന്നത്. ഇവിടെ റേഡിയസ് വരുന്നത് എവിടെയാണ്? ഏരിയ എടുക്കുന്ന സമയത്ത്. നമ്മൾ ഇതുപോലെ ഈ ഒരു തിക്നെസ് അല്ലെങ്കിൽ ഏരിയ എടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ റേഡിയസ് കാണുന്നത്. ഈ പറയുന്ന തിക്നെസ് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ചാലകത്തിന്റെ തിക്നെസ് നോക്കുമ്പോൾ നമ്മൾ അവിടെ എന്താണ്, ഈ ഒരു സർക്കുലർ ഏരിയ കാണും. ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഏരിയ കാണും. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്ന സംഭവം ഒക്കെ ഇതേപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതത്തിലല്ല വിപരീത അനുപാതത്തിലാണ്. ആ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ശരിയായിരുന്നേനെ. അപ്പൊ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാവുന്നു. ഫൈനലി റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് ഡയറക്ട്ലി നേരനുപാതത്തിലാണെന്ന്. അപ്പൊ വീണ്ടും ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റ് തിരിച്ചെഴുതിയേക്കാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ തെറ്റായി വരുന്നു. നമുക്കപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടി. ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്ര കൂടുന്നോ അതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. ലെങ്ത് കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ രീതിയിൽ പറയാം. ഇനി റെസിസ്റ്റിവിറ്റി ചോദിക്കുകയാണ്. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് വയർ അതെന്താണ്? അത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്താൽ, ഒരു ലെങ്ത് ഉള്ള വയറിനെ ഞാൻ ഇതുപോലെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്താൽ
ഓരോന്നിന്റെയും റെസിസ്റ്റിവിറ്റി എത്രയായിരിക്കും? ഈ രീതിയിൽ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലെങ്ത് കുറയ്ക്കുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് മാറ്റം വന്നേനെ. റെസിസ്റ്റൻസ് ലെങ്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ലെങ്ത് കുറയ്ക്കുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കുറഞ്ഞു കുറഞ്ഞു വന്നേനെ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആള് പ്രതിരോധ ശേഷിയാണ്, റെസിസ്റ്റിവിറ്റി ആണ്. ഈ പറയുന്ന റോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം അത് മെറ്റീരിയലിനനുസരിച്ചിരിക്കും. അത് വേറൊരു കാര്യത്തിനെയും അവിടെ നോക്കുന്നില്ല. ഇത് മെറ്റീരിയലിനനുസരിച്ചിരിക്കും. അത് ലെങ്ത് കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ആ മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി മാറില്ല, റെസിസ്റ്റൻസ് പക്ഷേ മാറ്റം വരും. ഇവിടെ ചോദിച്ചിരിക്കുന്ന റെസിസ്റ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എത്ര കഷ്ണമായിട്ട് മുറിച്ചാലും ഫൈനലി ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റോ തന്നെ ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് പറയാം. വീണ്ടും എന്താണ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ടൈപ്പ് ആയിട്ടുള്ള ഇതേപോലെ വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 വയറുകളുണ്ട് അല്ലെങ്കിൽ 2 ചാലകങ്ങളുണ്ട്. ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താ? റോ എന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരേ നീളമാണ്, ലെങ്ത്തും സെയിം ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്ത ക്രോസ് സെക്ഷൻ ഏരിയ. എന്താണ് ഈ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്? നമ്മൾ R is equal to റോ L/A എന്ന് പറയില്ലേ? ഇവിടുത്തെ ഏരിയ 2 ആൾക്കാർക്കും വ്യത്യാസമാണ്. നമ്മളിപ്പോ AB എന്ന് എടുക്കുമ്പോഴത്തേക്കും ഏരിയ A എന്നും ഏരിയ B എന്നും എടുക്കാം. ഇനി ഇവിടെ എന്താ വീണ്ടും പറഞ്ഞിരിക്കുന്നത്? ഇതില് എയുടെ പ്രതിരോധം അല്ലെങ്കിൽ എയുടെ റെസിസ്റ്റൻസ് ബിയുടെ പ്രതിരോധത്തിന്റെ 16 മടങ്ങാണെങ്കിൽ അപ്പോ റെസിസ്റ്റൻസ് എ എന്ന് പറഞ്ഞാല് 16 മടങ്ങാണ് റെസിസ്റ്റൻസ് ബിയുടെ. ഈ രീതിയിലാണെങ്കിൽ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ക്രോസ് സെക്ഷണൽ ഏരിയയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് ഏരിയ എ ബൈ ഏരിയ ബി നമ്മൾ കണ്ടുപിടിക്കണം. RA/RB എങ്ങനെ കിട്ടും? RA/RB RA/RB എന്ന് പറഞ്ഞാല് 16/1 ആണ്. എന്താ ചെയ്തിരിക്കുന്നത്? ഈ RBനെ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ 16 ഉണ്ട്. അപ്പൊ നമുക്ക് അതേപോലത്തെ റേഷ്യോ കിട്ടും. ഇനി അതിൽ നിന്ന് എന്താണ്? ഏരിയ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. RA/RB എന്ന് പറഞ്ഞാല് 16/1. വീണ്ടും ചെയ്തു നോക്കിയാൽ നമുക്ക് അങ്ങനെ എഴുതാം. റോ L ബൈ ഏരിയ ഓഫ് എ ഡിവൈഡഡ് ബൈ റോ L ബൈ ഏരിയ ഓഫ് ബി. ഈ രീതിയിൽ വരുമ്പോൾ ആൾക്കാർ കുറെ പേര് ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ലെങ്ത് 2 സ്ഥലത്തും സെയിം ആണ്, അതുപോലെ റെസിസ്റ്റിവിറ്റി 2 സ്ഥലത്തും സെയിം ആണ്. കാരണം എന്താണ്? ഒരേ മെറ്റീരിയൽ ആണ്. അങ്ങനെ വരുമ്പോൾ ബാക്കി ഇവിടെ വരുന്നത് 1/A1 ഡിവൈഡഡ് ബൈ 1/AB 1 ഏരിയ ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന ചാലകത്തിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന ചാലകത്തിന്റെ ഏരിയ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് RA/RB. ഇതെന്ന് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 16/1. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതോടെ ഇക്വേറ്റ് ചെയ്തു. റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലുള്ള ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് അവിടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 16/1. അതായത് ഈ RA/RB ഇതാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതിയത്. ഇത് AB ബൈ ഏരിയ ഓഫ് രണ്ടാമത്തെ എന്താണ് ചാലകത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ചാലകത്തിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ചാലകത്തിന്റെ ആ വയറിന്റെ ഏരിയ. ഇത് എത്ര കിട്ടും? 16/1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വയർ എയുടെ ഏരിയ റേസ് ടു വയർ ബി അല്ലെങ്കിൽ എന്താണ്? ഏരിയ ഓഫ് എ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി. അതെങ്ങനെ എഴുതാം? അതിന്റെ റെസിപ്രോക്കൽ, അതായത് 1/16. 1/16 ഉത്തരം കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ്? ഓരോ സ്റ്റെപ്പ് നോക്കിയാൽ മതി. നമ്മൾ ആദ്യം എടുത്തത് ഈ ഒരു ഇക്വേഷൻ R is equal to റോ L/A. ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ഒരേ മെറ്റീരിയൽ. അപ്പൊ റെസിസ്റ്റിവിറ്റി സെയിം ആണ്. ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് അത് ലെങ്ത് അനുസരിച്ചിരിക്കും, ലെങ്ത് അനുസരിച്ച് മാറും, ഏരിയ അനുസരിച്ച് മാറും. റെസിസ്റ്റിവിറ്റി ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും സ്വന്തമായിട്ടുള്ളതാണ്. അത് മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. നിക്രോം വയർ ആണോ ചെമ്പ് വയർ ആണോ ആ രീതിയിൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ പറയുന്ന വയർ അല്ലെങ്കിൽ ചാലകം ഉണ്ടാക്കിയിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അവിടെ റെസിസ്റ്റിവിറ്റി മാറുന്നത്. ഇവിടെ റെസിസ്റ്റിവിറ്റി 2 ആൾക്കാർക്കും സെയിം ആണ്. എയും ബിയും ഈ രീതിയിലുള്ള 2 ചാലകങ്ങൾ, 2 കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അവിടെ ലെങ്ത് 2 പേർക്കും സെയിം ആണ്. വ്യത്യാസം വന്നിരിക്കുന്നത് അവരുടെ ഏരിയയിലാണ്. നമ്മൾ ഏരിയ എയും അതുപോലെ ഏരിയ ബി എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ കാണണം. ഇവരുടെ റേഷ്യോ കാണാൻ നമുക്ക് ആകെയുള്ളത് RA എന്ന് പറയുന്നത് RB യുടെ 16 മടങ്ങാണെന്നാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്
16 മടങ്ങ്, അതായത് ബി എന്ന് പറയുന്ന ആ ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസിന്റെ 16 മടങ്ങാണ് എ എന്ന് പറയുന്ന ചാലകത്തിന്റെ റെസിസ്റ്റൻസ്. നമുക്ക് RA = 16 RB എന്നറിയാം. ഇതിൽ നിന്ന് എന്താ RA/RB ഈ രീതിയിൽ എടുത്ത് എഴുതി 16/1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റെസിസ്റ്റൻസ് = ρL/A. ഈ ഇക്വേഷൻ എടുത്ത് നമ്മൾ അവിടെ ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ച പ്രൊപ്പോർഷൻ AB അതുപോലെ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് A. ഇത് നമുക്ക് 16/1 കിട്ടി. അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഏരിയ ഓഫ് A ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് B കിട്ടി. ഇത് 1/16 അല്ലെങ്കിൽ 1:16 കിട്ടി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ നമുക്ക് അവിടെ സ്റ്റെപ്പുകൾ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്താണ്? ഈ പറയുന്ന R = ρL/A. ഈ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എളുപ്പം ചെയ്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് റെസിസ്റ്റൻസ് അതുപോലെ റെസിസ്റ്റിവിറ്റി. ഇനി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ എന്താണ് RRB എപ്പോഴും ചോദ്യം ചോദിക്കുന്നതും ഇതേപോലത്തെ എന്താണ് ഫിഗറുകൾ തന്നിട്ട്, സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ട് ഇതിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ്, നമ്മളോട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയാം, കറണ്ട് കണ്ടുപിടിക്കാൻ പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയാം. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരുന്നൊരു ടോപ്പിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓൾറെഡി അറിയാം. ശ്രേണ രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് R = R1 + R2 + R3. അതായത് ഇതേപോലെ നമുക്ക് എങ്ങനെയാ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തതിന്റെ ശേഷം അടുത്ത റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിന്റെ എൻഡിങ് പോയിന്റിൽ അടുത്ത റെസിസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതേപോലെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ ശ്രേണ രീതി എന്ന് പറയും, സീരീസ് കണക്ഷൻ എന്ന് പറയും. ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ ഒരു സർക്യൂട്ടിനകത്തുള്ള മുഴുവൻ റെസിസ്റ്റൻസിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, R = R1 + R2 + R3. ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. ഇനി അടുത്ത കോമ്പിനേഷൻ ആണ് പാരലൽ അല്ലെങ്കിൽ സമാന്തര രീതി. ഈ പറയുന്ന പാരലൽ അല്ലെങ്കിൽ സമാന്തര രീതി ഇവിടെ എന്താണ്? ഇവരുടെ എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും, ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സകല റെസിസ്റ്റേഴ്സിന്റെയും തുടക്കത്തിലെ സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ എൻഡിങ് പോയിന്റും അല്ലെങ്കിൽ എന്താ അവരുടെ രണ്ട് പോയിന്റുകൾ എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ വിളിക്കുന്നു സമാന്തര ശ്രേണി അല്ലെങ്കിൽ സമാന്തര രീതി, അതുപോലെ പാരലൽ കണക്ഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസിനെ 1/R = 1/R1 + 1/R2 + 1/R3 ഈ ഒരു കണക്കിലാണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ആ ഒരു സീരീസിന്റെ മുഴുവൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവിടെ ഒരു മെഷർ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത് ഈ രീതിയിലാണ്. R എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1/R എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3. ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ +1/R4. ഈ കണക്കിന് നമുക്ക് എഴുതാൻ പറ്റും. അതും നമ്മൾ എന്താണ് വീണ്ടും ഇക്വേഷൻ തിരിച്ചെഴുതുമ്പോൾ ഇതേപോലെ കിട്ടുകയും ചെയ്യും. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ആകെ തുകയായിട്ട് കിട്ടുന്ന പ്രതിരോധം. ഇത് എങ്ങനെയാ ശ്രേണ രീതിയിൽ വരുമ്പോഴും അതുപോലെ സമാന്തര രീതിയിലും വരുമ്പോഴും എങ്ങനെയാണ് കിട്ടുന്നത്? ഈ രണ്ട് ഇക്വേഷൻ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രേണ രീതിയാണ് അല്ലെങ്കിൽ എന്താ സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷനിൽ എന്താണ് ഒരു 2 ohm റെസിസ്റ്ററും അതുപോലെ 4 ohm റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? വേറെ ഒന്നുമില്ല, ഇതേപോലെ കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു റെസിസ്റ്റർ 2 ohm അതുപോലെ അടുത്ത ആള് 4 ohm ഈ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനാണ്. സീരീസ് കണക്ഷൻ ആണ്, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇതും RRB നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിട്ട് വെറുതെ ഒരു അഡീഷൻ മാത്രം ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. എപ്പോഴാണ് ഇതേപോലെ സീരീസ് കണക്ഷൻ വരുന്നതും പാരലൽ കണക്ഷൻ വരുന്നതും ക്ലിയർ ആയിട്ട് പഠിക്കാതെ അല്ലെങ്കിൽ എന്താണ് അത് അത്ര വലിയ കാര്യമാണെന്ന് വിചാരിക്കാതെ നമ്മൾ വിട്ടിട്ട് പോയില്ലേ, ആ സമയത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കും. അപ്പോൾ ചെറിയ കോൺസെപ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ് ആണെങ്കിലും ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. അപ്പൊ നമുക്ക് എന്താണ് ഇതേപോലെ എത്ര സിമ്പിൾ ചോദ്യം വന്നാലും ഇനി കുറച്ചുകൂടി എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം വന്നാലും ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. നമ്മൾ പാരലൽ കണക്ഷൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ പാരലൽ കണക്ഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് നോക്കാം. R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ വാല്യൂ 5 ohm, 10 ohm അതുപോലെ 30 ohm.
RRBക്ക് വേണമെങ്കിൽ ഈ R1, R2, R3 എന്നൊന്നും പറയാതെ നമ്മളോട് പറയാം ഒരു സർക്യൂട്ടിൽ 5, 10 അതുപോലെ 30 ഈ രീതിയിൽ 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്താ പേടിച്ചിട്ട് അത് ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇത്രയും ലെങ്തിലൊക്കെ തരുന്നത്. നമ്മൾ ഒട്ടും പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടോ ഒരു ചിന്തയിലോട്ടോ ഒന്നും പോവരുത്. ഇത് കാണുമ്പോൾ തന്നെ എന്താണ് ഓക്കെ വായിച്ചു നോക്കാം, ഓം ഒക്കെ ഉണ്ട്, ഈ യൂണിറ്റ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താ ഇലക്ട്രിസിറ്റിയുടെ ടോപ്പിക്കാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടണം. ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, 3 റെസിസ്റ്റൻസ് ഇതേപോലെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 10 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കണം, മൊത്തം പ്രതിരോധം എത്രയെന്നാ. വോൾട്ടും ഈ പറയുന്ന പോലെ നമ്മൾക്ക് എന്താ റെസിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് മൊത്തം ക്വസ്റ്റ്യൻ നോക്കാതെ വേഗം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണതയും വരും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കണം? ഈ വോൾട്ട് അപ്പൊ അവിടെ തന്നെ ഇരുന്നോട്ടെ, റെസിസ്റ്റൻസ് എടുക്കാം. എന്തൊക്കെയാ? R1 എന്ന് പറയുന്നത് 5, അതുപോലെ R2 10, R3 30. എങ്ങനെ എടുക്കാം? 1/R അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്, ഈ ആകെ തുകയായിട്ടുള്ള റെസിസ്റ്റൻസ് 1/R എന്ന് പറഞ്ഞാൽ 1/5 + 1/10 + 1/30 ആണ്. LCM എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എന്താ ചെയ്തത്? ഇവിടെ LCM എന്ന് പറയുന്നത് 30 ആണ്, 30 ആണ്. അപ്പൊ 5നെ 30ലേക്ക് മാറ്റാൻ വേണ്ടി മുകളിലും താഴെയും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 10 ആയതുകൊണ്ട് മുകളിലും താഴെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഓൾറെഡി 30 ആണ് ഡിനോമിനേറ്റർ, വേറെ മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യമില്ല. കിട്ടുന്നത് 10/30 ആണ്. ഇത് 1/R ആണ്. ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഇത് 1/R ആണ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആണ്. നമുക്ക് വേണ്ടത് R ആണ്. R ആകുമ്പോ എങ്ങനെയാ വരിക? 30/10 അഥവാ 3 ഓം എന്ന് കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ പഠിച്ചു വെക്കുക. നമ്മൾ പാരലൽ കണക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്ന ഈ എല്ലാ റെസിസ്റ്റേഴ്സിനേക്കാളും ഏറ്റവും മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, കുറവ് റെസിസ്റ്റൻസ് ആണ് എപ്പോഴും പാരലൽ കണക്ഷനിൽ വരുന്നത്. അതുപോലെ സീരീസ് ആണെങ്കിൽ എന്താണ്, അത് ആഡ് ചെയ്ത് പോകും. ഈ ഒരു ലോജിക്ക് ഓർത്ത് വെക്കുക. ഇവിടുത്തെ ഉത്തരം വരുന്നത് 3 ഓം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വലിയ ലെങ്ത് ആയിട്ട് തന്നിരിക്കുക. പക്ഷെ ചെയ്തപ്പോൾ എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു? ആ വാല്യൂസ് എടുത്ത് എഴുതി അതൊന്ന് ഇക്വേറ്റ് ചെയ്തു, നേരെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കോൺസെപ്റ്റുകൾ വെച്ചിട്ട് ആകെ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കൂളംബ് എന്താണെന്ന് നോക്കി, ഇലക്ട്രിക് ചാർജ് അതിന്റെ യൂണിറ്റ് നോക്കി, പൊട്ടൻഷ്യൽ വ്യത്യാസം, അതുപോലെ കറണ്ട്, ഇത്രയും ആൾക്കാരുടെ യൂണിറ്റ് നോക്കി. അവരെ വെച്ചിട്ട് ഓംസ് ലോ എന്താണെന്ന് പറഞ്ഞു, ഓംസ് ലോ വെച്ചിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നോക്കി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഓരോ മെറ്റീരിയലിനും പ്രതിരോധ ശേഷി എന്ന് പറയുന്നതുണ്ട്. ഈ പ്രതിരോധ ശേഷി അതെന്താണ്, മെറ്റീരിയൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. പിന്നെ നമ്മൾ നേരെ എന്താ വന്നത്, ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻസ്, ശ്രേണ രീതിയുണ്ട്, സമാന്തര രീതിയുണ്ട്. ഇത് രണ്ടിലും വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എന്താണ്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് തുടങ്ങി വെച്ചു. ഇതിന് മുമ്പ് നമ്മൾ പവർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക്, എനർജി, പവർ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ എനർജി അതുപോലെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മൾ നേരത്തെ പഠിച്ച പവറിലേക്ക് ഒന്ന് കൊണ്ടുചെന്ന് എത്തിക്കണം. അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇനി ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇലക്ട്രിക് പവർ, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മളുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട്, പവർ, ഇത്രയും ആൾക്കാരെ കണക്ട് ചെയ്തു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്ന അനുസരിച്ച് യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്